എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നു എങ്ങനെയാണ് ടെസ്റ്റ്ജിയിലെ എനേബിൾഡ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ടെസ്റ്റ് കേസസ് ക്ലാസ് ലെവലും സ്യൂട്ട് ലെവലും ഡിസേബിൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് ഡെമോയിലേക്ക് പോവാം. ഞാൻ ഈ ഡെമോയ്ക്ക് വേണ്ടി SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാക്കേജിന്റെ പേര് com.testng.enabled എന്നുള്ളതാണ്. ഈ പാക്കേജിന്റെ അകത്ത് രണ്ട് ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡെമോ ടെസ്റ്റ് 1ഉം ഡെമോ ടെസ്റ്റ് 2ഉം. ഇനി നമുക്ക് ഈ രണ്ട് ഫയൽസ് ഓപ്പൺ ചെയ്യാം. ഡെമോ ടെസ്റ്റ് 1നകത്ത് 4 ടെസ്റ്റ് മെത്തേഡ്സ് ആണ് ഉള്ളത്. ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3, ടെസ്റ്റ് 4. 4 TestNG മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ ഒരു കമന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അസ്യൂം ദിസ് ക്ലാസ് ഹാസ് ലോഗൻ റിലേറ്റഡ് ടെസ്റ്റ് കേസസ്. അതായത് ജസ്റ്റ് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക, ഈ ക്ലാസ്സിലുള്ള ടെസ്റ്റ് കേസുകൾ ലോഗൻ റിലേറ്റഡ് ടെസ്റ്റ് കേസ് ആണ് അസ്യൂം ചെയ്യുക. നമുക്ക് ഡെമോ ടെസ്റ്റ് 2 എന്നുള്ള ക്ലാസ് ഓപ്പൺ ചെയ്യാം. ഈ ക്ലാസ്സിൽ ഒരു കമന്റ് ഉണ്ട്, ജസ്റ്റ് അസ്യൂം ദിസ് ക്ലാസ് ഹാസ് ലോഗ് എന്നുള്ള ലോഗൗട്ട് ആണ്. ലോഗൗട്ട് റിലേറ്റഡ് ടെസ്റ്റ് കേസ് ആണ് ഈ പർട്ടിക്കുലർ ക്ലാസ് ഫയൽ ഉള്ളതെന്ന് അസ്യൂം ചെയ്യുക. ഈ ക്ലാസ്സിലും 4 ടെസ്റ്റ് മെത്തേഡ്സ് ആണ് ഉള്ളത്, ടെസ്റ്റ് 5 തൊട്ട് ടെസ്റ്റ് 8 വരെ. രണ്ട് ക്ലാസ്സിലെയും മെത്തേഡ്സ് TestNG മെത്തേഡ്സ് ആ ക്ലാസ്സിലെ മെത്തേഡ്സിന്റെ പേര് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി ആണ് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് 5 എന്നുള്ള ഈ മെത്തേഡ് കൺസോളിൽ പ്രിന്റ് ചെയ്യും, ഈ മെത്തേഡ് ടെസ്റ്റ് 6 എന്നുള്ള പ്രിന്റ് ചെയ്യും, ഈ മെത്തേഡ് ടെസ്റ്റ് 7 എന്നുള്ള പ്രിന്റ് ചെയ്യും, ഈ മെത്തേഡ് ടെസ്റ്റ് 8 എന്നുള്ള പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ ഡെമോ ടെസ്റ്റ് 1ലും അതേ ഫംഗ്ഷനാലിറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് ക്ലാസ് ഫയൽസും റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും TestNGയുടെ സഹായം വേണം. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ക്ലാസ് ഫയൽസിലെ ടെസ്റ്റ് കേസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ TestNG.xml ഫയൽ ആവശ്യമായിട്ട് വരും. ഞാൻ TestNG.xml ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചിരുന്നു. നോർമലി നമ്മൾ പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താണ് TestNG.xml ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിലെ പാക്കേജസിലെ എല്ലാ ക്ലാസ് ഫയലും അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരും. ഒരു പാക്കേജിലെ ക്ലാസ് ഫയൽസ് മാത്രം റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് TestNG ഓപ്ഷൻ ഉണ്ട്, അതിനുശേഷം കൺവേർട്ട് ടു TestNG സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് TestNG.xml ഫയൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി പ്രൊജക്റ്റിൽ TestNG.xml എന്ന ഫയൽ ഉണ്ട്. വീണ്ടും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേ പേര് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത TestNG.xml എന്ന ഫയലിനകത്തെ കണ്ടന്റ്സ് ഓവറൈറ്റ് ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ ഫയലിന്റെ പേര് TestNG1.xml എന്ന ഫയൽ ആക്കി ചേഞ്ച് ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ വന്നിരിക്കുന്ന ക്ലാസ് com.testng.enabled എന്ന പാക്കേജിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഡെമോ ടെസ്റ്റ് 2ഉം ഡെമോ ടെസ്റ്റ് 1 എന്ന ക്ലാസ്സസ് ആണ്. ഇനി നമുക്ക് ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യാം. ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ TestNG.xml എന്ന ഫയലിന്റെ അണ്ടറിൽ TestNG1.xml ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. TestNG1.xmlനകത്ത് com.testng.enabled എന്നുള്ള പാക്കേജിലെ രണ്ട് ക്ലാസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു XML ഫയലിനകത്ത് കൊടുത്താക്കുന്ന ഫയലിന്റെ ഓർഡർ അനുസരിച്ചായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെമോ ടെസ്റ്റ് 2 എന്നുള്ള ക്ലാസ്സിലെ ടെസ്റ്റ് മെത്തേഡ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനിത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഡെമോ ടെസ്റ്റ് 1ന്റെ അണ്ടറിൽ ഡെമോ ടെസ്റ്റ് 2 കൊടുക്കുകയാണ്. അതിനുശേഷം ഫോർമാറ്റിംഗ് റെഡിയാക്കാൻ വേണ്ടി Ctrl+Shift+F എന്നുള്ള ഷോർട്ട്കട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സ്യൂട്ട് ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 8 വരെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഡെമോ ടെസ്റ്റ് 1ലുള്ളത് ലോഗിൻ റിലേറ്റഡ് ടെസ്റ്റ് കേസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ ഡെമോ ടെസ്റ്റ് 2ലുള്ള ലോഗൗട്ട് റിലേറ്റഡ് ടെസ്റ്റ് കേസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിക്വയർമെന്റ് വന്നു, ലോഗിനിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം ആ ചേഞ്ചസ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റിക്വയർമെന്റ് വന്നു. അപ്പം നിങ്ങൾക്ക് ലോഗിൻ റിലേറ്റഡ് ടെസ്റ്റ് കേസ് മാത്രം റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഡിസേബിൾ ചെയ്താൽ മതി. അപ്പോൾ അതിന് ചെയ്യാവുന്നൊരു കാര്യം, ജസ്റ്റ് ഈ ഒരു ടെസ്റ്റ് ടാഗ് കംപ്ലീറ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് അതൊന്നുകൂടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ടെസ്റ്റിന്റെ പേരൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ടെസ്റ്റ് 1 എന്നാക്കി, ഇത് ടെസ്റ്റ് 2 എന്നാക്കി. ഫസ്റ്റ് ടെസ്റ്റ് ടാഗിനകത്ത് ഞാൻ ഡെമോ ടെസ്റ്റ് 1 എന്നുള്ള ക്ലാസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, മറ്റത് ഞാൻ റിമൂവ് ചെയ്യുവാണ്. അതുപോലെ
സെക്കൻഡ് ടെസ്റ്റ് ടാഗിനകത്ത് ഡെമോ ടെസ്റ്റ് 2 മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഡെമോ ടെസ്റ്റ് 1 എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്തു. ഈ ഫോർമാറ്റിംഗ് കറക്റ്റ് ആക്കുന്നു കൺട്രോൾ ഷിഫ്റ്റ് F യൂസ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് ലോഗിൻ മാത്രം റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ലോഗൌട്ട് റിലേറ്റഡ് ടെസ്റ്റ് കേസ് ആഡ് ചെയ്ത ഡെമോ ടെസ്റ്റ് 2 എന്നുള്ള ആ ക്ലാസ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് എനേബിൾഡ് എന്നുള്ളതാണ്. എനേബിൾഡ് ഒരു ആട്രിബ്യൂട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ടാഗിന്റെ അവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. എനേബിൾഡ് അത് നമ്മൾ ഫോൾസ് ആക്കി കൊടുത്താൽ മതി. ബൈ ഡീഫോൾട്ട് അതിന്റെ വാല്യൂ ട്രൂ ആണ്. ഫോൾസ് ആക്കി. ഇനി നമ്മൾ ഈ സ്യൂട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 4 വരെയുള്ള പ്രിന്റ് ഇൻഫോർമേഷനെ കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരുള്ളൂ. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 4 വരെയുള്ള പ്രിന്റ് മെസ്സേജസ് കൺസോളിൽ വന്നു. ഇനി ഇതുപോലെ തിരിച്ചും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എനേബിൾഡ്, അതായത് ലോഗൗട്ട് മാത്രമാണ് നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എനേബിൾഡ് ഈക്വൽ ടു ഫോൾസ് ഇവിടെ കൊടുത്തതിന് പകരം ഈ ടെസ്റ്റ് ടാഗിന് അവിടെ കൊടുക്കാം. അപ്പം ലോഗിൻ റിലേറ്റഡ് ടെസ്റ്റ് കേസസ് റൺ ആവില്ല. ലോഗൗട്ട് മാത്രമേ ഈ സ്യൂട്ട് റൺ ചെയ്യുമ്പോൾ റൺ ആവുള്ളൂ. ഇനി നമുക്ക് ഈ എനേബിൾ എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്യുവാണ്. റിമൂവ് ചെയ്തിട്ട് വീണ്ടും റൺ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ടെസ്റ്റ് മെത്തേഡ്സും രണ്ട് ക്ലാസ്സിലെയും എക്സിക്യൂട്ട് ആകും. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. റൺ ആസ് TestNG സ്യൂട്ട്. നമ്മൾ പ്രതീക്ഷ പോലെ എല്ലാ ക്ലാസ്സിലെയും ടെസ്റ്റ് മെത്തേഡ്സ് എക്സിക്യൂട്ട് ആയി. ഇനി നമുക്ക് സ്യൂട്ട് ലെവലിൽ ഡിസേബിൾ ചെയ്ത പോലെ ക്ലാസ് ലെവലിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഞാൻ ഡെമോ ടെസ്റ്റ് 2 എന്ന ക്ലാസ്സിൽ, അതായത് ലോഗൗട്ട് റിലേറ്റഡ് ടെസ്റ്റ് കേസിലെ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഞാൻ ഡിസേബിൾ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി @test എന്നുള്ള അനോട്ടേഷന്റെ അവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിൻ്റെ അകത്ത് എനേബിൾ എന്നൊരു ആട്രിബ്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരു ബൂളിയൻ വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ വാല്യൂ ബൈ ഡീഫോൾട്ട് ട്രൂ ആണ്. ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ആവുകയില്ല. ഞാൻ ഇവിടെ ഫോൾസ് എന്ന് കൊടുത്തു. ഇനി ഈ സ്യൂട്ട് ഫയൽ ഞാൻ റൺ ചെയ്യാൻ പോവാണ്. അപ്പം സ്യൂട്ട് ഫയൽ റൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് 5 എന്നുള്ള മെത്തേഡ് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരികയില്ല. ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 8 വരെ പ്രിന്റ് ചെയ്യും. പക്ഷേ ടെസ്റ്റ് 5 ആ കൺസോൾ മെസ്സേജിനകത്ത് കാണുകയില്ല. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. 1 2 3 4 5 വന്നിട്ടില്ല. അത് നമ്മൾ എനേബിൾഡ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഇവിടെ ഫോൾസ് ആക്കിയത് കൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ആകുമെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ ട്രൂ ആക്കി കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആകും. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. എനേബിൾഡ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് അത് ട്രൂ ആയിരിക്കും. എനേബിൾഡ് എന്നുള്ള ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആകും. എനേബിൾഡ് എന്നുള്ള ഫോൾസ് കൊടുത്താൽ അത് എക്സിക്യൂട്ട് ആകില്ല. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. വീണ്ടും ഞാൻ സ്യൂട്ട് റൺ ചെയ്യുകയാണ്. റൺ ആസ് TestNG സ്യൂട്ട്. ഇത്തവണ 1 തൊട്ട് 8 വരെയുള്ള എല്ലാ മെത്തേഡ്സും പ്രിന്റ് ചെയ്ത് വന്നു. ഇനി ഈ ക്ലാസ് ആയിട്ട് റൺ ചെയ്യുമ്പോഴും ഈ എനേബിൾഡ് എന്നുള്ള ആട്രിബ്യൂട്ട് വർക്ക് ആവും. ഞാൻ ട്രൂ എന്നുള്ള മാറ്റി ഫോൾസ് ആക്കുകയാണ്. അപ്പം ടെസ്റ്റ് 6 തൊട്ട് 8 വരെയുള്ള പ്രിന്റ് മെസ്സേജസേ കൺസോളിൽ വരാവുള്ളൂ. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG ടെസ്റ്റ്. ടെസ്റ്റ് 6 വന്നു, 7 വന്നു, 8 വന്നു. പക്ഷേ 5 വന്നിട്ടില്ല. കാരണം നമ്മൾ എനേബിൾഡ് ഈക്വൽ ഫോൾസ് എന്ന് കൊടുത്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരാതിരുന്നത്. അപ്പം TestNG യൂസ് ചെയ്ത് എങ്ങനെയാണ് ടെസ്റ്റ് കേസസ് സ്യൂട്ട് ലെവലും ക്ലാസ് ലെവലും ഡിസേബിൾ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.